ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റി. അതുതന്നെയാണ് ഞാൻ ആദ്യം വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ 2 വീലറിൽ വന്നുകൊണ്ട് ഒരു പാർക്കിംഗ് ഫീ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഫീ 15 റുപ്പീസ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയി. ഒരാൾക്ക് 25 റുപ്പീസായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ കോട്ടയിലേക്ക് നടന്നു. ഞങ്ങൾ കോട്ടേൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിനകത്ത് കയറിയ പാട് നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ചെയറൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാം. മറ്റേ സൈഡിൽ ഇങ്ങനെ എന്തൊക്കെയോ ബോക്സ് പോലെയൊക്കെ കാണാം. അപ്പോൾ ഇത് ചോദിച്ചപ്പം പണ്ട് ഇവിടെ ലൈറ്റിൻ്റെ സെറ്റിങ്ങും എന്തോ ഡാൻസും എന്തോ ലൈറ്റ് ഷോയോ അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. പിന്നെ അത് നിർത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടേൻ്റെ ഉള്ളിലേക്ക് പിന്നെയും നടന്ന് പോയി. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. പെട്ടെന്ന് നമുക്ക് ഒരു വണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്നത് 1505 ഫ്രാൻസിസ്കോ ഡി ആൽമേഡ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് നിർമ്മിച്ച കോട്ടയാണിത്. പിന്നെ 1663 ഡച്ചുകാർ ഈ ഒരു കോട്ട കീഴടക്കുകയും പിന്നെ അവിടെ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതിനുശേഷം 1772 ഈ ഡച്ചുകാർ അലി രാജയ്ക്ക് ഈ ഒരു കോട്ട കൊടുത്തതിന് ശേഷം പിന്നെ 1790 ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട കീഴടക്കുകയാണ് ചെയ്തത്. മലബാർ തീരത്തെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു നമ്മുടെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്ന ഈ ഒരു കോട്ട. അങ്ങനെ ഞങ്ങൾ കോട്ടേൻ്റെ ഉള്ളിലേക്ക് പിന്നെയും നടന്ന് നീങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് കടലിൻ്റെ ഭാഗങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പം അവിടെ ഒരു ബോർഡ് കാണാൻ കഴിഞ്ഞു. ഈ കോട്ടേനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചു. എന്നിട്ടിങ്ങനെ മുന്നോട്ടേക്ക് നടന്നു. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കുറച്ച് പൈപ്പ് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ കടലിൻ്റെ ആ ഒരു ഏരിയ വൈഡായിട്ട് കാണാൻ പറ്റി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വ്യൂ ആയിരുന്നു. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പം ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരുപാട് ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മുടെ ഓ സൈനബ എന്ന് പറയുന്ന പാട്ടൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അത് കൂടാണ്ട് ഒരുപാട് മലയാള സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു പ്ലേസാണ്. ഗൈസ്, ഇവിടുത്തെ മരങ്ങളുടെ ഭംഗി പറയാതിരിക്കാൻ വയ്യ. വലിയ മരമായിരുന്നു. നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു. താഴെ ഇരുന്നാൽ തന്നെ ഭയങ്കര തണലാണ്. ഈ ചൂടത്ത് നല്ല തണലാണ്. പിന്നെ അങ്ങനെ സൈഡിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് പിന്നെ അങ്ങനെ നീങ്ങി. ഇതാണ് ഇവിടുത്തെ ഒരു ജയിലെന്ന് പറയുന്നത്. ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. ഇവിടെ ഉള്ളിലൊന്നും കാണാൻ കഴിയില്ല. അത്രയ്ക്ക് ഇരുട്ടാണ്. ജയിലിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്നും കാണാൻ പറ്റില്ല. കൊടും ക്രൂരത ആയിരുന്നു ഇവിടെ നിന്നാണ് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ജയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ നോക്കുമ്പം തേങ്ങ പെറുക്കിയിട്ട പോലെ തിരിയുന്ന കുറേ സാധനങ്ങൾ കണ്ട്. ആദ്യം വിചാരിച്ച തേങ്ങയാണ്, പിന്നെ മനസ്സിലായത് അത് പീരങ്കി ഉണ്ടകളാണെന്ന്. 3600 പീരങ്കി ഉണ്ടകളെ കണ്ടെത്തിയത് നേരത്തെ ഞാൻ പറഞ്ഞ ലൈറ്റ് ഷോ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് എന്തിനോ ആവശ്യത്തിന് വേണ്ടി കുഴിക്കുന്ന സമയത്ത് അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയ പീരങ്കി ഉണ്ടകളാണത്.
ആണ് ഗായ്സ് ഇവിടുത്തെ ഹാർബർ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുമ്പം ഇങ്ങനെ ഹാർബർ കാണാൻ പറ്റും. ഇതും ഒരു ജയിലാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തൂക്കിലേറ്റുന്ന സാധനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ മേൽഭാഗത്തൂടെയൊക്കെ നടന്നു. ഏതോ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് ഗൈസ്. നല്ല മഴക്കാറൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ പിന്നെയും ഭയങ്കര ആൾക്കൂട്ടമായിട്ട് കണ്ടിരുന്നു. കുറേ വണ്ടികളൊക്കെ നിർത്തി പാർക്ക് ചെയ്യുന്നു, അതിൻ്റെ തിരക്ക്.